ഹലോ ഡ്യൂഡ്സ്, നമ്മുടെ അഗുംബെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുവാണ്. ഞാൻ 1000 പില്ലേഴ്സ് ടെമ്പിളിൽ നിന്ന് നേരെ പോകുന്നത് കാർക്കലയിലേക്കാണ് കേട്ടോ. കാർക്കല എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് പിൽഗ്രീം ഡെസ്റ്റിനേഷനാണ്. ഇവിടെയും ഒരുപാട് ജെയിൻ ടെമ്പിൾസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ മഴയത്ത് ഷൂട്ടിംഗ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മുടെ ക്യാമറ ലെൻസിലൊക്കെ എപ്പോഴും ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കും. അപ്പം മൂഡബദ്രിയിൽ നിന്നും ഏകദേശം 17 കിലോമീറ്ററാണ് കാർക്കലയിലേക്കുള്ളത്. ഇത് ഉടുപ്പി ഡിസ്ട്രിക്റ്റിലാണ്. എല്ലാവരും പോഞ്ചൊക്കെ ഇട്ട് മഴ നനഞ്ഞ് അടിച്ചു പൊളിച്ച് നടക്കുമ്പോൾ ഞാൻ മാത്രം കൊടയൊക്കെ പിടിച്ച് ഷൂട്ട് ചെയ്ത് നടക്കുന്നത് കണ്ടില്ലേ ഡ്യൂഡ്സ്. ഇതൊക്കെയാണ് മഴയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോയാലുള്ള നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. സാധാരണ ജെയിൻ ടെമ്പിൾസ് എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു കുന്നിൻ മുകളിലായിരിക്കും. നിറയെ ഹരിതാഭയും പച്ചപ്പും ഉണ്ടാകും, പാറക്കൂട്ടങ്ങളുണ്ടാവും, ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഒരു കുളവും ഉണ്ടാവും. ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന ഗോമാതേശ്വര സ്റ്റാച്ചു ജെയിൻ ടെമ്പിൾ എക്സാക്ട്ലി അതേപോലെയാണ് കേട്ടോ. ഇതേ ഒരാൾ നടന്നു പോകുന്നത് കണ്ടോ. എൻ്റെ പോഞ്ചോ അവൾക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ കൊടുക്കാത്തതിൽ വിഷമിച്ച് പോകുന്നതാണ് ഡ്യൂഡ്സ്. ആക്ച്വലി നമ്മളൊരു മൺസൂൺ ട്രിപ്പ് പോകുമ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള റെയിൻ കോട്ടാണ് പോഞ്ചോ എന്ന് പറയുന്നത് കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ആക്സറീസൊക്കെ ബാഗൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ കാണുമ്പോൾ കുറച്ച് സ്റ്റൈലിഷുമാണ്. ഇത് ഇവിടെ വന്നപ്പോൾ കുറച്ച് ആൾക്കാർ സ്റ്റക്ക് ആയത് കണ്ടോ. വേറെ ഒന്നുമില്ല, ഇവിടെ ഒരു ഫോട്ടോ ഷൂട്ടിംഗ് പോയിന്റ് ഉണ്ട് കേട്ടോ. ഇത് തന്നെയാണ് സംഭവം. കണ്ടില്ലേ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പാറയുടെ മുകളിലിരുന്ന് ഇങ്ങനെ അടിപൊളിയായിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ അതേ ഇവൻ കയറി മുന്നിൽ നിൽക്കുവാണ്. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഓടിച്ചിട്ടൊന്നും അവൻ പോകുന്നില്ല. എന്തായാലും ഇത് അടിപൊളി ലൊക്കേഷനാണ്. ഇവിടുന്ന് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല നോക്കത്താ ദൂരത്ത് പച്ചപ്പാണ്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പെല്ലാം കയറി കുന്നിന് മുകളിൽ എത്തിയപ്പോൾ അതേ ദൂരെ ബാഹുബലി സ്റ്റാച്യു കാണാം കേട്ടോ. ഗോമാതേശ്വര സ്റ്റാച്യു എന്ന് പറയുന്നത് തന്നെയാണ് ബാഹുബലി സ്റ്റാച്യു എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് ചുറ്റും കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെയാണ് കാഴ്ച കേട്ടോ. വളരെ വിശാലമായ ഏരിയയാണ്. അത് ഞാൻ കണ്ടിട്ടുള്ള മിക്ക ജെയിൻ ടെമ്പിൾസും ഒരുപാട് ഏരിയ ഉണ്ടാവും ക്ഷേത്രത്തിന് ചുറ്റോട് ചുറ്റും. ലോകത്തിൽ തന്നെ സെക്കൻഡ് ടോളസ്റ്റ് ബാഹുബലി സ്റ്റാച്യു ആണ് ഈ ഗോമാതേശ്വര ടെമ്പിളിലേത്. ആദ്യത്തെ 1ാം സ്ഥാനം എന്ന് പറയുന്നത് കർണാടകയിൽ തന്നെയാണ്. അത് ശ്രാവണ ബലഗോളയിലാണ് കേട്ടോ. ആ സ്റ്റാച്യുവിൻ്റെ ഉയരം എന്ന് പറയുന്നത് 65 ഫീറ്റും ഇവിടുത്തെ അതായത് ഈ ഗോമാതേശ്വര ടെമ്പിളിലെ സ്റ്റാച്യുവിൻ്റെ ഉയരം എന്ന് പറയുന്നത് 42 ഫീറ്റുമാണ്. ബാഹുബലി സ്റ്റാച്യു എന്ന് കേൾക്കുമ്പോൾ പേരിൽ തന്നെ ഉണ്ടല്ലോ എന്തായിരിക്കും സംഭവം എന്നുള്ളത്. ഇത് ഒറ്റക്കല്ലിൽ തീർത്തൊരു സ്റ്റാച്യു ആണ്. അത് മാത്രമല്ല ഇതിന് ഏകദേശം 80 ടണ്ണിലധികം വെയിറ്റ് ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കൈകൾക്ക് കാൽമുട്ടിനോളം നീളമുണ്ട്. അതായത് അസാമാന്യമായ ശക്തിയുള്ള കൈകളുള്ള സ്റ്റാച്യു ആണ് ബാഹുബലി സ്റ്റാച്യു. എന്തായാലും ഞാൻ ഈ ബാഹുബലി സ്റ്റാച്യുവിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് അടിപൊളിയായിട്ടൊരു വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞിട്ടൊക്കെ പോവാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് സംഭവം മനസ്സിലായത്. ഈ ഒരു സ്റ്റാച്ചു നല്ല ഉയരത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 42 ഫീറ്റ് ഇതിന് ഉയരമുള്ളത് കൊണ്ട് തന്നെ നോർമലി നമുക്ക് ക്യാമറയിൽ കിട്ടാൻ നമ്മളെയും സ്റ്റാച്ചു കൂടെ ഒരുമിച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതെനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. പക്ഷേ എൻ്റെ ക്യാമറമാന് വേണമെങ്കിൽ താഴെ ഇരുന്നിട്ടൊക്കെ ഷൂട്ട് ചെയ്യായിരുന്നു. പക്ഷേ എന്തോ അങ്ങനൊന്നും ചെയ്തില്ല. അപ്പം ഞാൻ ആ ഒരു വിഷമം ഞാൻ ഇങ്ങനെ തീർക്കുവാണ്. എന്തോ ഒരു ഉയരമുള്ള പ്രതിമയാണല്ലേ, എന്തിനായിരുന്നു ഇത്ര ഉയരം എന്നൊക്കെ എനിക്ക് പെട്ടെന്ന് തോന്നിപ്പോയി. കാരണം നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റുന്നില്ലല്ലോ. ആ പ്രശ്നം ഞാൻ ഇങ്ങനെ സെൽഫി എടുത്തങ്ങ് തീർത്തു ഡ്യൂഡ്സ്. ഇത് പോരെ. അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്ത് ക്ഷേത്രത്തിന് വെളിയിലേക്ക് പോകുമ്പോഴാണ് ഒരാൾ ഓറഞ്ച് കളർ പോഞ്ചൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു എന്നെ വിളിക്കുവാണെന്ന് തോന്നുന്നു. പക്ഷേ ഗോപ്രോയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആരെയും കാണാൻ പറ്റത്തില്ല. പുള്ളിക്കാരത്തി എൻ്റെ കൂടെ ട്രെയിനിലുണ്ടായിരുന്നതാണ്. അവരും അകുംബയിൽ വന്നതാണ്, വേറൊരു ഗ്രൂപ്പിനൊപ്പം വന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ക്ഷേത്രത്തിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇതാണ് കാഴ്ച. നല്ല ഹരിതാഭയും പച്ചപ്പുമാണ് കേട്ടോ. മഴ വൈബ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം വൈബാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു സൈഡിൽ ചെറിയൊരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് കടന്ന് കുറേ ആൾക്കാർ അകത്തേക്ക് പോകുന്നു. നമുക്കെപ്പോഴും ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ എന്താണ് അവിടെ എന്നറിയാൻ. അങ്ങനെ ഞാനും പതുക്കെ അവർ പുറകെ പോയി. അപ്പം നമ്മൾ ഈ മഴയത്ത് താഴെ നോക്കി നടക്കണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ തെന്നി വീഴാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. കാരണം എല്ലായിടത്തും വെള്ളം കെട്ടിക്കിടന്ന് പായലാണ് ഇപ്പോൾ. ഈ മതിൽ കണ്ടില്ലേ, നമ്മളിത് ക്ഷേത്രത്തിനകത്ത് വെച്ച് കണ്ട മതിലാണ് കേട്ടോ. എന്തോ ഉയരമാണ് ഇതിനെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഈ മതിൽക്കെട്ടിന് വെളിയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെയും നിറച്ച് ഹരിതാഭയും പച്ചപ്പുമാണ്. ഒരു പ്രത്യേക ആംബിയൻസ് ആണ് കേട്ടോ. ഞാനങ്ങനെ ഇവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണുമ്പോഴാണ് പെട്ടെന്ന് ദൂരെ ഒരു ജെയിൻ ടെമ്പിൾ കണ്ടു. അത് പക്ഷേ ഏത് ജെയിൻ ടെമ്പിളാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മൾ നേരത്തെ പോയ 1000 പില്ലേഴ്സ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് സമയം ഇവിടെ ഇരുന്ന് കാഴ്ചകൾ കണ്ടതിന് ശേഷം തൊട്ടപ്പുറത്തുള്ള കുളത്തിൻ്റെ സൈഡിലേക്ക് പോയിട്ടോ. അവിടെ ചെന്നപ്പോഴാണ് രസകരമായ ഒരു കാര്യം കണ്ടത്. കുളത്തിൻ്റെ സൈഡിൽ മതിൽക്കെട്ടിന് അപ്പുറത്തായിട്ട് ബാഹുബലി സ്റ്റാച്യു കാണാം. അതും തലഭാഗം മാത്രമായിട്ട്. എന്നാൽ പിന്നെ ആ തലഭാഗവും ഞാനും കൂടെ ഒരു സെൽഫി എന്നും പറഞ്ഞ് നോക്കിയിട്ട് അതും നടക്കുന്നില്ല ഡ്യൂഡ്സ്. ഒരു രക്ഷയില്ല. എന്താണെന്ന് അറിയത്തില്ല. ഈ മഴയത്ത് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒന്നും നടക്കുന്നില്ല കേട്ടോ. എന്നാൽ പിന്നെ ഇങ്ങനെ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ
ദേ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് ദൂരോട്ട് നമുക്ക് ലോങ് ഡിസ്റ്റൻസിൽ നടക്കാൻ താല്പര്യമുള്ളവർക്ക്, ഈ മഴ വൈബൊക്കെ പിടിച്ച് നടക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു ഏരിയ ആണ്. ഇത് കണ്ടില്ലേ, ദൂരെ അങ്ങ് വരെ നമുക്ക് നടന്നു പോകാം. ഞാനിപ്പം വാഗമൺ പുല്ലും ഷൂട്ട് ചെയ്ത് ഞാൻ ദേ ഇവിടൊക്കെ ഇങ്ങനെ നടക്കുക കേട്ടോ. അപ്പം ദേ ഒരാൾ വരുന്നു. ഹലോ, സജിത സാവരിയല്ലേ എന്നും ചോദിച്ച്. ഇത് മിസ്റ്റർ ഷിജുലാൽ. ഇതേപോലെ അധികം ആൾക്കാരൊന്നും വരാത്തൊരു പ്ലേസിൽ എന്നെ അറിയുന്ന എൻ്റെ വീഡിയോസ് കാണുന്ന ഒരാൾ മീറ്റ് ചെയ്യാൻ വരിക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്താ പറയുക, ഒരു ഫീലാണത്. എന്നാൽ പിന്നെ ചേട്ടനെ നമുക്കങ്ങ് ഷൂട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചപ്പോൾ ദേ ഒടുക്കളത്തെ കോളോട് കോളി എന്നെ കുറേ സമയം ഇവിടെ പോസ്റ്റാക്കി ഡ്യൂട്ട്സ്. അങ്ങനെ ടേക്കും റീടേക്കും കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്യാമറാമാൻ്റെ വക അടുത്ത പ്രശ്നം, ഗോപ്രോ വീഡിയോ കാണുന്നില്ല, വീഡിയോ ഒന്നും വിസിബിൾ ആകുന്നില്ല എന്ന്. അങ്ങനെ അതും ശരിയാക്കിയിട്ട് നമ്മൾ ദേ വീണ്ടും ഷൂട്ട് ചെയ്തു. ഇനിയും വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ബൈ പറഞ്ഞു പോവാണ് ഡ്യൂട്ട്സ്. എന്താ പറയല്ലേ, എവിടെ ചെന്നാലും ഇപ്പോൾ ആരാധകന്മാരാണ് ഡ്യൂട്ട്സ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നേരെ പോകുന്നത് വരങ്ക വില്ലേജിലേക്കാണ്. ഏകദേശം 26 കിലോമീറ്റർ ആണ് ട്രാവൽ ഡിസ്റ്റൻസ്. വരങ്ക വില്ലേജ് എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാട് കൊല്ലങ്കോട് പോലെ ബ്യൂട്ടിഫുൾ വില്ലേജുകളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ച കർണാടകയിലെ വില്ലേജാണ് വരങ്ക വില്ലേജ് എന്ന് പറയുന്നത്. ഇതും ഉടുപ്പി ഡിസ്ട്രിക്റ്റിലാണ്. ഇവിടെ മനോഹരമായ വില്ലേജിനൊപ്പം അതിലും മനോഹരമായ ഒരു ജെയിൻ ടെമ്പിൾ ഉണ്ട്. അതായത് കേരേ ബസതി എന്നോ ചതുർമുഖ ബസതി എന്നോ ഒക്കെ പറയട്ടോ. 12ാം സെഞ്ചുറി, അത് 12ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ജെയിൻ ടെമ്പിൾ ആണിത്. ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതൊരു ലേക്കിന് നടുവിലായിട്ടാണുള്ളത്. ഈ ചേട്ടൻ്റെ ഇവിടുന്ന് കൈ കാണിക്കുന്നത് എന്താണെന്നറിയോ? ഷൂട്ട് ചെയ്യാൻ പാടില്ല, ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. എൻ്റെ ക്യാമറയൊക്കെ പിടിച്ച് വെക്കാനുള്ള പരിപാടിയായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ മൊബൈലിൽ എല്ലാവരും ഷൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പാടില്ല ഡ്യൂട്ട്സ്. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നത്തെ കാലത്ത് ക്യാമറയിൽ എല്ലാവരും 4Kയിലും 8Kയിലും ഒക്കെ ഷൂട്ട് ചെയ്യുന്നതാണെന്ന് ഇവരോടൊക്കെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? ഇവിടെ വന്നപ്പോൾ ഉള്ള കാഴ്ച അതിമനോഹരമാണ് ഡ്യൂട്ട്സ്. അതായത് തെങ്ങിൻ തോപ്പുകൾക്കിടയിൽ കൂടി ഒരു തടാകത്തിനകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജെയിൻ ടെമ്പിൾ. ഇത് 12ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ജെയിൻ ടെമ്പിൾ ആണ്. അതായത് ഏകദേശം ഒരു 850-900 വർഷങ്ങൾക്ക് മുന്നേ ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോഴും അത് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഇരിക്കുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ വേറെ ഒരു പ്രശ്നം ഉണ്ടായി. അതായത് നമുക്ക് ഈ കിടക്കുന്ന ഈ ബോട്ടിനകത്താണ് ആ ക്ഷേത്രത്തിനകത്തേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത് കേട്ടോ. പക്ഷേ ഇന്ന് പോകാൻ പറ്റിയില്ല, കാരണം മഴ കൂടുതലായതുകൊണ്ട് ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു, ആരും വാട്ടർ ടൂറിസത്തിനൊന്നും നിൽക്കരുത് എന്ന്. അത് പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അത് കാരണം നമുക്ക് ക്ഷേത്രത്തിനടുത്തേക്ക് പോകാൻ പറ്റിയില്ല. ഈ ക്ഷേത്രത്തിന് 4 ഫേസസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ചതുർമുഖ ബസതി എന്നും അറിയപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ജെയിൻ ടെമ്പിൾസിൽ തന്നെ വളരെ യുണീക്കായിട്ടുള്ള ഒരു നിർമ്മിതിയാണിത്. കാരണം ഇതേപോലെ തടാകത്തിന് നടുവിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ജെയിൻ ടെമ്പിൾ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല.